ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ല അവരുടെ കിതാബു തൗഹീദിന് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല എഴുതിയ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദിൻ്റെ ദർസ് ഓഡിയോ നമ്പർ 68. وعن عبد الله بن عكيم مرفوعا من تعلق شيئا وكل إليه. അബ്ദുല്ലാഹി ബിൻ ഉകൈം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മർഫൂആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. മൻ തഅല്ലഖ ഷൈഅൻ, ആരെടുത്തൻ എന്തെങ്കിലും ബന്ധിച്ചുവോ അതിലേക്ക് അവനെ ബന്ധിച്ചു, അല്ലെങ്കിൽ അവൻ്റെ കൽബിനെ ബന്ധിച്ചു. വുക്കിലയിലെ അതിലേക്ക് അവൻ ഫലമേൽപ്പിക്കപ്പെടുന്നതാണ്. അതായത് അള്ളാഹു അവനിൽ നിന്ന് ഒഴിവാകുന്നുള്ളതാണ് ഇതിൻ്റെ വിശദീകരണം. قال وعن عبد الله بن عكيم مرفوعا عبد الله بن عكيم أدرك النبي صلى الله عليه وسلم. ഈ അബ്ദുല്ലാഹി ബിൻ ഉകൈം എന്നവർ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ട്. ലാക്കിന്നഹു ലം യസ്ബുത് ലഹു സമാഉൻ മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടതായിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടുണ്ടാവണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പക്ഷേ ജീവിച്ചിട്ടുണ്ട് എന്നതാണ്. ഫയക്കൂനു തഹദീസുഹു അനി റസൂലി മിൻ ബാബിൽ മുർസലി. അപ്പോൾ മുർസലായിട്ടുള്ള റിപ്പോർട്ടാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് തരാൻ. ലിഅന്നഹു ലം യസ്മഉ മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിട്ടില്ല, നേരിട്ട് കേട്ടിട്ടില്ല. വലിഹാദാ ഖാല ഷെയ്ഖ് മർഫൂഅൻ, ഇതിനാലാണ് മർഫൂഅൻ എന്ന് ഷെയ്ഖ് അവറുകൾ പറഞ്ഞത്. മൻ തഅല്ലഖ ഷൈഅൻ വുക്കില ഇലൈഹി, മൻ തഅല്ലഖ ഷൈഅൻ, ആരൊരുത്തൻ വല്ലതിനെയും ബന്ധിച്ചുവോ എന്ന്, സവാഅൻ ഖിലാദത്തൻ ഔ തമീമത്തൻ ഔ ഹിർസൻ മിനൽ ഹുറൂസി ഔ ഹൈത്തൻ ഔ ഹൽഖത്തൻ. അതായത് നേരത്തെ പറഞ്ഞ ഖിലാദത്ത് നെക്ലേസ്, തമീമത്ത് ഐക്കല്ല് ഏരസ് പോലത്തത്, ഹിർസ് അങ്ങനെ, ഹൈത്ത് ചരട്, മന്ത്രവളയങ്ങൾ, അങ്ങനത്തെ ഒക്കെ. യാനി ഉദ്ദേശിക്കുന്നത് അല്ലഖ ഖൽബഹു ബിശൈഇൻ അയ്യ ഷൈഇൻ, അവൻ ഏതെങ്കിലും വസ്തുവിനോട് അവൻ്റെ ഹൃദയത്തെ ബന്ധിച്ചു. അതായത് അവന് ഉപകാരം നേടാനോ ഉപദ്രവം തടയാനോ ഒക്കെ വേണ്ടിയിട്ട് അള്ളാഹു അല്ലാത്തതിനോട് അവൻ ബന്ധിച്ചു. യളുന്നു അന്നഹു യൻഫഉ വയദുറു, എന്തു വിചാരിച്ചുകൊണ്ട് ആ വസ്തു അവന് ഉപകാരം ഉണ്ടാക്കും അല്ലെങ്കിൽ ഉപദ്രവം ഉണ്ടാക്കുമെന്ന്. എങ്കിൽ ഉക്കീലയിലെ അവനെന്ത് ചെയ്യും, അതിലേക്ക് ബലമേൽപ്പിക്കപ്പെടുന്നുള്ളതാണ്. വക്കലഹുല്ലാഹു ഇലാ മാ തഅല്ലഖ ബിഹി, അവൻ എന്തിലേക്കാണോ ബന്ധിച്ചത് അതിലേക്ക് അവനെ അള്ളാഹു ഏൽപ്പിക്കുന്നതാണ്. വഹാദിഹി ഉഖൂബത്തു മിൻ അല്ലാഹി സുബ്ഹാനഹു വതആല, ഇത് അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള ഒരു ശിക്ഷയാണ്. ഇഹാനത്തുൽ ലഹു മിൻ അല്ലാഹി സുബ്ഹാനഹു വതആല, അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു നിന്ദ്യതയാണിത്. ലിയനല്ലാഹ, കാരണം അള്ളാഹു ഇദാ തഖല്ല അൻഹു വകലഹു ഇലാ ഗൈരിഹി ഹലക, അള്ളാഹു ഒരാളിൽ നിന്ന് ഒഴിവായിട്ട് മറ്റൊരാളിലേക്ക് അവനെ ഏൽപ്പിക്കുക എന്ന് പറയുമ്പം അവൻ നശിച്ചു. അമ്മമൻ തവക്കല അലല്ലാഹി അസ്സ വജല്ല വഹ്ദഹ, അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിച്ചതിൻ്റെ കാര്യം ഫഇന്നല്ലാഹ സുബ്ഹാനഹു യതവല്ല അംറ, അവൻ്റെ കാര്യം അള്ളാഹു ഏറ്റെടുക്കും. അമ്മാ മൻ ഇഅ്തഖദ ബിഗൈരിഹി, മറ്റുള്ളവരിൽ വിശ്വസിച്ചാൽ, അതായത് തനിക്ക് ഉപദ്രവമൊക്കെ ഉണ്ടാവുന്നത് അള്ളാഹു അല്ലാതെ മറ്റുള്ളവർ മുഖേനയാണെന്ന് വിശ്വസിച്ചാൽ ഫഇന്നഹു യക്കിലുഹു ഇലൈഹി, അവനിലേക്ക് ഭരമേൽപ്പിക്കുക. യതഖല്ല അൻഹു, അപ്പോൾ അള്ളാഹു അവനെ അതിലേക്കൂടെ നടത്തും, അള്ളാഹു അവനിൽ നിന്ന് ഒഴിവാകും. യക്കിലുഹു ഇലാ ഹൽഖത്തിൻ മിൻ സുഫർ, അപ്പോൾ സുഫർ എന്ന് പറയുന്നത് എന്താണ്, നേരത്തെ നമ്മൾ പറഞ്ഞ പിച്ചള, ബ്രാസ് കൊണ്ടുണ്ടാക്കിയ ഹൽഖത്ത് അല്ലെങ്കിൽ അതേപോലെ ചരട്. ഔ ഇലാ തമീം അല്ലെങ്കിൽ തമീമത്ത്, ഔ ഇലാ വലിയ മിനൽ ഔലിയായി, അല്ലെങ്കിൽ ഔലിയാക്കളിൽ നിന്നുള്ള അള്ളാഹുവിൻ്റെ ഒരു വലിയ, ഔ ഖബരി മിനൽ ഖുബൂരി, അല്ലെങ്കിൽ ഖബറുകളിൽ നിന്നുള്ള ഖബർ, ഔ ദരീഹി മിനൽ അദ്രിഹത്തി, അല്ലെങ്കിൽ ദർഗകൾ, അതുപോലുള്ള മഷാഹിദ്. യക്കിലുഹു ഇലാ മനി ഇഅ്തഖദ ഫീ, ആരെയാണോ എന്തിനാണോ അവൻ വിശ്വസിച്ചത് തവക്കുലാക്കിയത് അതിലേക്ക് അള്ളാഹു അവനെ ഏൽപ്പിക്കും എന്നതാണ്. ഫഹാദാ ഫീഹി ഖതറുൻ അദീമുൻ, ഇതിൽ ഭയങ്കരമായിട്ടുള്ള ഖത്തർ, അപകടമുണ്ട്. വഫീഹി ഹസ്സുൻ അലാ അൻ യുഅല്ലിഖൽ ഇൻസാനു ഖൽബഹു ബില്ലാഹി അസ്സ വജൽ, അള്ളാഹു അസ്സ വജലുമായിട്ടാണ് ഒരാൾ തൻ്റെ ഹൃദയത്തെ ബന്ധിപ്പിക്കേണ്ടത് എന്നതിലേക്കുള്ള പ്രേരണ ഈ ഹദീസിലുണ്ട്. വയഅ്തഖിദ അന്നഹു ലാ യൻഫഉ ഇല്ലാ അല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ അവന് ഉപകാരം ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. വല യദുറു ഇല്ല, അള്ളാഹു അല്ലാതെ ഉപദ്രവം ചെയ്യാനില്ല, ഉപദ്രവം ഏൽപ്പിക്കാനും ഉപകാരം തരാനും ഒക്കെ അള്ളാഹുവിനെ കഴിയും. വല യഷ്ഫി ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ഷിഫ നൽകൂല, രോഗശമനം നൽകൂല. വയ റിസുഖു ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ വിഭവങ്ങൾ
ഉപജീവനം റിസക്ക് നൽകൂല, വല യുഅ്തി വല യംനഉ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ നൽകൂല, അള്ളാഹു അല്ലാതെ തടയില്ല. യതവക്കലു അലല്ലാഹ്, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം. മാ അഖദിഹി ബിൽ അസ്ബാബിൽ മുബാഹത്തി, അനുവദനീയമായ സബബുകൾ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ. അപ്പോൾ ഉപകാരം നേടാൻ, ഉപദ്രവം തടയാൻ, നേട്ടങ്ങൾ കൊയ്യാൻ, കാര്യസാധ്യത്തിന് ഒക്കെ അള്ളാഹു അനുവദിച്ചിട്ടുള്ള കാരണങ്ങൾ സ്വീകരിക്കാം, അത് പ്രശ്നമില്ല. ജഅലഹുല്ലാഹു അസ്ബാബൻ, അസ്ബാബായിട്ട് അള്ളാഹു നിശ്ചയിച്ചത്. ദവായി അൽ മുബാഹി, അനുവദനീയമായ മരുന്ന്, വകരിതാലിക്ക, അതുപോലെ ഉള്ള കാര്യങ്ങൾ. അസ്ബാബിൽ മുബാഹത്തി, അനുവദനീയമായ കാര്യങ്ങൾ, സബബുകൾ, കാരണങ്ങൾ. ലാക്കിൻ അൽ ഖൽബ് യതഅല്ലഖു ബില്ലാഹ്, പക്ഷെ ഖൽബ്, ഹൃദയം ആരുമായിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത്? അള്ളാഹുമായിട്ട്. ഇപ്പോൾ ഒരാൾക്ക് ഒരു അസുഖം മാറി ഒരു മരുന്ന് കുടിച്ചിട്ട്, അപ്പോൾ പിന്നീട് അയാൾക്ക് ആ അസുഖം ഉണ്ടാകുന്ന സമയത്ത് ആ മരുന്ന് കുടിച്ചാൽ മാറും എന്ന ഒരു ഓവർ കോൺഫിഡൻസ്, അതൊരു തരം അള്ളാഹുവിൻ്റെ തവക്കുൽ അല്ലാതെ വരലാണ്. കാരണം എന്താണ്? അള്ളാഹു നേരത്തെ അസുഖം ഉണ്ടായപ്പോൾ അവനൊരു മരുന്ന് അവനെ കാണിച്ചു കൊടുത്തു, അതൊരു സബബാക്കി. പിന്നെ ആ സബബിൽ അവൻ ബന്ധിപ്പിക്കുകയാണ്. അത് കുടിച്ചാൽ മാറുന്നുള്ളൊരു വിശ്വാസം അവനിലുണ്ടാകാണ്. അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനുള്ള തവക്കുൽ നഷ്ടപ്പെടുത്തുന്നൊരു ചിന്തയാണ്. യഥാർത്ഥത്തിൽ അവൻ ചിന്തിക്കേണ്ടത് എന്താണ്? ഇത് രോഗം ഭേദമാക്കിയത് യഥാർത്ഥത്തിൽ അള്ളാഹുവാണ്. അള്ളാഹു അതിന് സബബാക്കി ഈ മരുന്നിന് സ്വന്തമായിട്ട് ഒരു ഷിഫാക്ക് സാധ്യതയില്ല. അള്ളാഹു ഷിഫാക്കെന്നല്ലാതെ ഈ മരുന്നിനെ കൊണ്ട് കഴിയില്ല. ഈ മരുന്ന് അള്ളാഹു നിശ്ചയിച്ചൊരു കാരണം മാത്രമാണ് എന്ന നിലക്ക് അത് രണ്ടാമത് ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഫഖൗലുഹു മൻ തഅല്ലഖ ശൈഅൻ വക്കില ഇലൈഹി, അപ്പോൾ ഒരാൾ ഒന്നിനെ ബന്ധിച്ചാൽ അതിലേക്ക് അവൻ ഏൽപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ഖാഇദത്തുൻ ആമ്മ, ഇത് മൊത്തത്തിലുള്ളൊരു തത്വമാണ്. തഉമ്മു കുല്ല ഷൈഇൻ യുഅല്ലിഖുൽ ഇൻസാന ഖൽബഹു ബിഹി മിൻ ദൂനില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിനെ കൂടാതെ ഒരാൾ തൻ്റെ ഹൃദയത്തെ ബന്ധിപ്പിക്കുന്ന എല്ലാത്തിനും ഇത് ബാധകമാണ്. മിൻ ബഷരിൻ, മനുഷ്യരാകട്ടെ, ഔ ഹജറിൻ, അല്ലെങ്കിൽ കല്ലാകട്ടെ, ഔ ഷജറിൻ, അല്ലെങ്കിൽ സസ്യമാകട്ടെ, മരമാകട്ടെ, ഔ ഖബറിൻ, അല്ലെങ്കിൽ ഖബറാകട്ടെ, ഔ ഹഖത്തിൻ, അല്ലെങ്കിൽ വളയമാകട്ടെ, ഔ ഹൈത്തിൻ, അല്ലെങ്കിൽ ചരടാകട്ടെ, തമീമത്തിൻ, ഏലസാകട്ടെ, ഔ വരിതാലിക്ക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകട്ടെ അതല്ലാത്തത്, ഔ ജിന്നിൻ, അല്ലെങ്കിൽ ജിന്നാകട്ടെ, ഔ ഇൻസിൻ, അല്ലെങ്കിൽ ഇൻസാകട്ടെ, മനുഷ്യനാകട്ടെ. അപ്പോൾ ഇതിനൊന്നല്ല അവലംബിക്കേണ്ടത്, അള്ളാഹുവിനെയാണ് അവലംബിക്കേണ്ടത്. ഫഫി ഹാദ വുജൂബു തവക്കുലി അലല്ലാഹ്, ഇതിലപ്പോൾ എന്തുണ്ട്? അള്ളാഹുവിൽ തവക്കുലാക്കൽ നിർബന്ധമാണ്, ഭരമേൽപ്പിക്കൽ നിർബന്ധമാണ് എന്നതിൽ ഈ ഹദീസ് തെളിവുണ്ട് എന്നീ ഹദീസ് മനസ്സിലാക്കാം. വന്നഹിയു അനിൽ ഇഅ്തിമാദി അലാ ഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തതിനെ അവലംബിക്കുന്നതിനുള്ള നിരോധനം എന്ത് കാര്യത്തിൽ? ഫി ജൽബി ഖൈരിൻ, ഒരു നന്മ ലഭിക്കുന്നതിൽ, നേടുന്നതിൽ, ഔ ദഫ്ഇ ദുർരിൻ, അല്ലെങ്കിൽ ഒരു ഉപദ്രവം തടയുന്നതിൽ. വൽ ഖുർആൻ യുഖർറിറു ഹാദാ ഫി ആയാത്തിൻ കസീറ, ധാരാളം ആയത്തുകളിൽ ഖുർആൻ ഈ തത്വം അംഗീകരിച്ച് പറയുന്നുണ്ട്.